കഴിഞ്ഞ ദിവസം വൈദികൻ ആക്രമിക്കപ്പെട്ട പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറാന ദേവാലയത്തിൽ ഇന്ന് ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം ഇപ്പോൾ ഇടവക ജനങ്ങളുടെ പൊതുയോഗം കൂടുകയാണ്. വൈദികനെ ആക്രമിച്ച ആ ഒരു സംഭവത്തിൽ പ്രതിഷേധം അറിയിക്കാനും പ്രമേയം പാസാക്കാനുമായിട്ടാണ് ഇന്ന് കുർബാനയ്ക്ക് ശേഷം ഇവിടെ ഹാളിൽ പൊതുയോഗം കൂടുന്നത്. ഏകദേശം 1000-ഓളം വരുന്ന ഇടവക ജനങ്ങൾ ഈ ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇടവക വികാരിയും അതോടൊപ്പം തന്നെ രൂപത വികാരി ജനറാളുമായ ഫാദർ ജോസഫ് കടത്തിലച്ചനും ഈ ഒരു പൊതുയോഗത്തിൽ കൂടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ഈ സംഭവത്തിൽ ഈ വിശ്വാസികളെല്ലാം വളരെയധികം മുറിപ്പെട്ടിരിക്കുകയാണ്. അവർ വേദനയോടെയായിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവരുടെ കൊച്ചച്ഛനുണ്ടായിരിക്കുന്ന ഈ ഒരു ദുരനുഭവത്തിൽ ഈ ഒരു സമൂഹം മൊത്തം അവരുടെ ആശങ്കകളും വേദനകളും ഒക്കെയാണ് ഈ ഒരു പൊതുസമൂഹത്തിൽ ഈ ഒരു പൊതു യോഗത്തിൽ അവതരിപ്പിക്കുന്നത്. എന്തായാലും മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. ഈ ഒരു കാര്യത്തിൽ എന്ത് പ്രമേയമാണ് ഈ ഇടവക പാസാക്കുന്നതെന്ന് പൊതുയോഗത്തിന് ശേഷം നമുക്കറിയാൻ പറ്റും. ഈ പള്ളിയിലെ ബഹുമാനപ്പെട്ട കൈക്കാരന്മാരെ, കമ്മിറ്റി അംഗങ്ങളെ, ഈ ഇടവകയിലെ പത്ര സംഘടനയിലെ അംഗങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ ഇടവകയിലെ പ്രമുഖരായ ജനങ്ങളെ, നമ്മുടെ ഇടവക പള്ളിയില് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ച സമയത്ത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളുവാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടായി. പള്ളി കുരിശൻ തൊട്ടിയില് വാഹനങ്ങളിലായിട്ട് 8 വാഹനങ്ങളിലായിട്ട് അവിടെ എത്തുകയും അവര് കല്യാണത്തിന് യോജിക്കാത്ത ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകുകയും വാഹനങ്ങൾ പ്രൈസ് ചെയ്ത് ശബ്ദമുഖരമാക്കുകയും കല്യാണത്തിന് യോജിക്കാത്ത വിധത്തിൽ പെരുമാറുകയും ചെയ്തു. ദേവാലയത്തിന് നേരം പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തുകയായിരുന്നു. വെള്ളിയാഴ്ച എന്ന നിലയിലും ആദ്യ നോയമ്പുകാലത്തിലെ ആദ്യത്തെ ഒരു നിയമന നിലയിലൊക്കെ ആയിട്ട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയായിരുന്നു. ഈ ശബ്ദകോലാഹലങ്ങൾക്ക് അന്നേരം ഇവിടെ പള്ളി ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് ആറ്റിച്ചാലായിരുന്നു. അദ്ദേഹം മുന്നിലായിരുന്നവരെ താഴെയുള്ള ബഹളം നിൽക്കുകയും എന്തെന്ന് അന്വേഷിക്കുവാനായിട്ട് മറ്റം ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഉചിതമല്ലാത്ത പെരുമാറ്റങ്ങൾ പള്ളിക്ക് വരുന്ന കാലങ്ങളിൽ വണ്ടി വാഹനങ്ങളെ പാർക്ക് ചെയ്ത് അവർ പള്ളിയിൽ വന്ന് കയറി പ്രാർത്ഥിക്കുകയോ അച്ഛന്മാരെ കാണുന്നവരാണെങ്കിൽ അച്ഛന്മാരെ കാണുകയോ കല്യാണം തുടങ്ങിയ പരിപാടികൾ വരുന്നവരാണെങ്കിൽ അവർ അതിൻ്റെ കർമ്മങ്ങളിലേക്ക് പോകുന്നു. ഇവിടെ അക്ഷരമായിട്ട് പെരുമാറുന്ന കാര്യങ്ങൾ കണ്ട് അച്ഛനവരോട് മടങ്ങി പോകുവാൻ പള്ളിയിൽ പ്രാർത്ഥന നടത്തുന്ന സമയം കൂടിയാണ് എന്ന് വളരെ വിനയമായ ഭാഷയിൽ അവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവര് അത് ശ്രമിച്ചില്ല. രണ്ടാമതും ആവശ്യപ്പെടുകയും അതൊന്നും ശ്രമിക്കാതെ വരികയും ചെയ്തപ്പോൾ അച്ഛന് കടയിൽ നിന്ന് താഴെ കുരിശിന്റെ ഭാഗത്തേക്ക് നടന്നു നീങ്ങി. അങ്ങനെ നടന്നു നീങ്ങി മുന്നോട്ട് പോകവേ ഈ വാഹനങ്ങൾ ഓരോന്നായിട്ട് പുറത്തേക്ക് പോകുവാൻ തുടങ്ങുകയും അക്കൂട്ടത്തിൽ തന്നെ പുറത്തേക്ക് പോയ വാഹനം അച്ഛനെ ഇടിക്കുകയും അച്ഛൻ ആ ഇടിയുടെ ആഹ്ലാദത്തിൽ തെളിച്ച് വീഴുകയും ചെയ്ത സംഭവം ഔദ്യോഗികമായിട്ട് പള്ളിയിലുള്ള ആളുകളാണ് ഇവിടെ പ്രകാരം പ്രവർത്തിക്കരുതെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെ വന്നപ്പോൾ അവര് ഔദ്യോഗികമായ ആളുകൾ പറഞ്ഞ കാര്യമെന്ന നിലയിൽ അതിനെ ഉൾക്കൊള്ളേണ്ടതാണ്. എന്നാൽ അത് ശ്രമിച്ചു. നമ്മുടെ പള്ളി പമ്പോളില് മാടും ഗേറ്റും എല്ലാം ഉണ്ട്. നടക്കുന്ന സ്ഥലം പള്ളിയും പള്ളിപുത്രവും മൈതാനവും ഒരുമിച്ച് കിടക്കുക.
അപ്പോൾ ഇതിലേക്ക് വരുവാൻ അവർക്ക് തീർച്ചയായിട്ടും അവകാശമുള്ളതല്ല. എങ്കിലും അവർ എങ്ങനെയോ അവരുടെ ലക്ഷ്യം കൊണ്ട് അവരുടെ വലിയ മുഷ്ടി കാണിക്കുവാനോ അവരകത്ത് കണ്ടതാണ്. എന്താണെന്ന് പറഞ്ഞാലും പിന്നീടും അവരിൽ നിന്ന് മാന്യമായി മടങ്ങിപ്പോകണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവരനുസരിച്ച് പോകേണ്ടതായിരുന്നു. അങ്ങനെയാണ് പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും ഓരോ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അധികാരികളായ ആളുകൾ ചിലപ്പോൾ വഴിയിൽ വെച്ച് പോലീസുകാരാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമകളാണ്. ആ സ്ഥാപനത്തിൻ്റെ അടുത്ത് അവരവരുടെ കോമ്പൗണ്ടിൽ അവരവര് വലിയ ഉത്തരവാദിത്തമുള്ള അവകാശമാണ്. വളരെ വഴക്കുണ്ടാക്കുന്ന അവസരത്തിൽ കുടുംബാംഗങ്ങൾ പറയുന്ന ഒരു ശൈലിയുണ്ടായിരുന്നു. എൻ്റെ അടിച്ചുമുറ്റത്ത് പ്രവേശിക്കുവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഉദ്യോഗികമായിട്ട് നമുക്കായിട്ട് ഉള്ള സ്ഥലത്ത് ആവശ്യമില്ലാത്തവർ സാമ്പത്തികമായിട്ടൊക്കെ വന്നത് ഒന്നിച്ചുവാൻ ഇടവന്നത് അവരുടെ ആ വലിയ അഹങ്കാരം കാണിക്കാൻ വേണ്ടി തന്നെ അങ്ങനെ അവരുടെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഉദ്യോഗ ആളുകൾ അത് അതില്ലാതെ പറയുകയും ചെയ്യുമ്പോൾ അതിനെ സ്വീകരിക്കേണ്ടതായിരുന്നു. സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, പ്രകാരം ആവശ്യപ്പെട്ടവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അപായപ്പെടുത്തുന്ന രീതിയിലൊക്കെ ശ്രമിച്ച അമ്മ തീർച്ചയായിട്ടും നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ നേരം വാങ്ങുന്ന വിഷയങ്ങളിൽ ഈ സമീപ മന്ദിരങ്ങളിലുള്ള അച്ഛന്മാർ ഓരോ ദിവസവും കുർബാന വെച്ചിട്ടുണ്ട്. പുനാറിലേക്ക് വെച്ച ദിവസം ആ വെള്ളിയാഴ്ചയായിരുന്നതിനാൽ അവിടേക്ക് പോയി. മടങ്ങി കഴിഞ്ഞപ്പോൾ 2:15 സമയമായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ഥലത്ത് വിചാരിക്കുന്നു അറിയിലാണ് സാധ്യതയുള്ളത് പ്രത്യേകമായി ഓർമ്മിക്കുകയാണ്. നമ്മുടെ ഈ സഹായികളോട് വളരെ വേഗം തന്നെ കാര്യങ്ങൾ ഉണർത്തുകയും അവർ ചോദ്യം വരുത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ അറസ്റ്റ് ചെയ്തവരൊക്കെ അവർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്നുള്ള നല്ല സഹകരണം ഉണ്ടാവും എന്ന് അവർ പറഞ്ഞു. അതുപോലെ തന്നെ ഔദ്യോഗികമായ ജനപ്രതിനിധികൾ ഒക്കെയും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് പേരിൽ ജീവിതമായ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ സംരക്ഷണം ഉണ്ടെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം. എങ്കിലും ഇങ്ങനെ സംഭവിച്ച യഥാർത്ഥത്തിൽ ഒരു നമ്മുടെ ക്രൈസ്തവരാകുന്നവരും അതുപോലെ തന്നെ നമ്മുടെ പലതരത്തിലും ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ഭാഗം കൂടിയാവാം. ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ജാഗ്രതയുള്ളവരാകുകയും ഉചിതമായിട്ടുള്ള അനുഭവ പദ്ധതികളിലൂടെ നമ്മൾക്ക് നമ്മുടെ ആ നല്ല ശക്തമായ ഇടവകയുടേതായ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകുമെന്ന് വിശ്വസിക്കുന്നു.